ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരു മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പെരുംജീരകപ്പൊടിയും ആഡ് ചെയ്യുക. പിന്നെ ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന കോൺഫ്ലവർ ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സായി വന്നതിന് ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ. ആ ചിക്കൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാല ഫുൾ ചിക്കനിലേക്ക് കോട്ട് ചെയ്ത് വരണം. അങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10-20 വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ നെയ്യും ഇട്ടിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. കൂടെ കാഷ്യൂസും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ പീസസൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അപ്പുറത്തേക്കും തിരിച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സമയം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ആ സെയിം ഓയിൽ നമ്മൾ വേറൊരു പാനിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 2 മീഡിയം സൈസായിട്ടുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പുതിനയുടെയൊക്കെ ആ ഒരു മിക്സ്ചറില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി കുക്കായി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലിഡ് അടച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ട് നമുക്ക് ഈ തക്കാളി മാഷ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ അതുവരെ നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുക. ഇനി അങ്ങനെ കിട്ടിയതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച്, പിന്നെ പെപ്പർ പൗഡർ, ഇത്രയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മസാലയുടെ ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, മസാല കരിഞ്ഞു പോകരുത്. ഇനി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒണിയൻ്റെ മിക്സ്ചറൊക്കെ ഫുള്ളായിട്ട് കോട്ടായി വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്തിട്ട് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി നമ്മളൊരു പാത്രത്തിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഷാജീര ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കോലം 1 എടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 5 എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് ഒരു ബേ ലീഫും കൂടെ ചെറുതായി പീസാക്കിയതും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. ഈ ഷാജീര ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 8 കപ്പ് വെള്ളമാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ വെള്ളത്തിൽ ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് നമ്മുടെ അരിയിൽ ഉപ്പ് പിടിക്കുള്ളൂ. ഇവിടെ ഞാൻ 4 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് ഒരു 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ബോയിലായി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഒരു 7 to 8 മിനിറ്റ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരും. എന്നിട്ട് ഈ വെള്ളം വറ്റി വരുന്നവരെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയില്ലേ, അതിലേക്ക് കുറച്ച് പൈനാപ്പിൾ പീസസ് ഇടുകയാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ദം ചെയ്യണ പ്രോസസ്സ് തുടങ്ങാം. അതിന് വേണ്ടി പഴയൊരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ്റെ ആ മസാലയുടെ പാത്രമില്ലേ, അത് വെച്ചിട്ട് നമ്മൾ ആദ്യം റൈസ് വെച്ചിട്ട് ലെയർ ചെയ്യുകയാണ്. റൈസ് വെച്ചിട്ട് ഫുള്ളായിട്ട് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പൈനാപ്പിൾ പീസസ് ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്യൂസും ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ റൈസ് വെച്ചിട്ട് ലെയർ ചെയ്യുക. എന്നിട്ട് പാലിൽ നമ്മൾ മഞ്ഞൾപ്പൊടി കലക്കിയത് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതൊന്നും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പുതിന ഇല ടോപ്പ് ചെയ്യാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഫ്രൈഡ് ഓനിയൻസും കാഷ്യൂവും കൂടി ഇട്ടിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ആ ലോ ഫ്ലെയിമിൽ ആ ദോശക്കല്ലിൽ ഇതൊരു 10 മിനിറ്റ്സ് ഇരിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.